നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എത്ര നമ്മുടെ വീട് വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിച്ചൊക്കെ കൊണ്ട് നടന്നാലും ഓണം, വിഷു, ക്രിസ്മസ് തുടങ്ങിയ നമ്മുടേതായിട്ടുള്ള ആഘോഷങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും നമ്മുടെ വീടിനെ ഒന്നും കൂടി ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് വെക്കൂലേ. അപ്പോൾ നമ്മുടെ വിഷു ആണ് വരുന്നത്. നമുക്ക് വിഷുപ്പണികൾ തുടങ്ങാനുള്ള നേരമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീക്കിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ക്ലീനിങ് ഒക്കെ ഇച്ചിരി അധികം ചെയ്യാനുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ഞാൻ എല്ലാം ഒരുക്കി വയ്ക്കാറുണ്ട് കേട്ടോ. എടുത്ത് കുക്ക് ചെയ്യാനുള്ളതാക്കിയിട്ട് വെക്കും. അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മീനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്, നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡി മണിയാണ്. ഇനി എടുത്ത് കുക്ക് ചെയ്യുക വേണ്ട കേട്ടോ. വർത്താനത്തിനിടയ്ക്ക് ഞാൻ പോയിട്ട് മിറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് വന്നു കേട്ടോ. ഇപ്പം ഈ ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന മരത്തിൽ നിന്നുള്ള എല്ലാ ഇലയും നിലത്തോട്ട് വീണ് ഭയങ്കര ഇലയും പൂവും ഒക്കെ കിടക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഈ സമ്മർ സീസൺ. അപ്പം അതുകൊണ്ട് തന്നെ മിറ്റടിച്ചില്ലെങ്കിൽ, ഒരു ദിവസം അടിച്ചില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഒരു കുന്നോളം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് അടിച്ചിട്ടിട്ട് വന്നതാണ്. അപ്പോൾ ദോശയ്ക്ക് ഇന്ന് നമ്മൾ ചീസ് ദോശയാണ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ അവർക്ക് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രണ്ട് തരത്തിലുണ്ടാക്കും. ഒന്ന് കനം കുറച്ച് നല്ല നേരിയതായിട്ട് ഉണ്ടാക്കും, ഒന്ന് ഇച്ചിരി കനത്തിലുണ്ടാക്കും. പിള്ളേർക്ക് ഇച്ചിരി കനത്തിലാണ് ഇഷ്ടം. അപ്പോൾ രണ്ട് തരത്തിൽ ഞാനൊന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ ദോശ നല്ല കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് പിസ്സ സ്പ്രെഡ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് സ്പ്രെഡ് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് ആയാലും മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ദോശ കുക്കാവണിട്ട് മുന്നേ ഇതെല്ലാം ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മളുടെ ചീസ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇച്ചിരി അധികം ഇട്ടാലും അവർക്ക് കഴിക്കാനായിട്ട് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ചീസ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറവ് ആക്കിയത് കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കനത്തിലുള്ള നമുക്ക് ഈ ഒരു ചീസ് ദോശ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു കനത്തിൽ മാത്രം പരത്തി കൊടുത്ത് ഒരുപാട് നേരിയതാക്കിയില്ല. അതിനുശേഷം നമ്മളിതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ കേട്ടോ, ഇതിലേതെങ്കിലും ഒന്ന് കുട്ടികൾക്ക് അവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ നമ്മുടെ പിസ്സ സ്പ്രെഡ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് സ്പ്രെഡ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് കേട്ടോ. അപ്പോൾ ഏത് ടൈപ്പിലുള്ളതാണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഈ കൂട്ടത്തിൽ കുറച്ച് ബീൻസും ക്യാരറ്റും സവോളയൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് നന്നതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ചീസൊക്കെ നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീസ് അപ്പോൾ ഒന്ന് മെൽട്ടായിട്ട് വരുന്ന ഒരു സമയത്ത് വേണം നമ്മൾ ഇതിനെ എടുക്കാനായിട്ട്. വേണമെങ്കിൽ അടച്ചു വെച്ചിട്ടും കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്, ഈസിയാണ്. ഇപ്പോൾ അഥവാ ചട്നിയും ചമ്മന്തിയും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, വലിയവർക്കാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇന്ന് കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത് മുളക് ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. മുളക് ചട്നി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് എരിവൊന്നും ഇല്ല, വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ അതിനുള്ള നേരമൊന്നും നമുക്കില്ല. അപ്പോൾ തൽക്കാലം ഇത് കഴിച്ചിട്ട് ഓടി വരാം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ മീൻ കറി ഉണ്ടാക്കാനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ മീൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി, മുളക്, പിന്നെ ചെറുള്ളി ചതച്ചത്, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ നല്ലോണം പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട്, വെളുത്തുള്ളി 2 ഇടുള്ളൂ, ഇഞ്ചി ഒരു വലിയ പീസ് കേട്ടോ, അതും കൂടി ഇട്ട് നല്ലോണം ചതച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് അധികം ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങ ഇട്ട് വെച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു 2 കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പുളി കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുളക് പൊടി അരപ്പിലാണ് ചേർക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നല്ലോണം കൈ വെച്ചിട്ട് ഇതിനെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കും. അപ്പോൾ തലേ ദിവസം ഒന്ന് പരട്ടി വെച്ചെങ്കിലും ബാക്കിയുള്ള ഐറ്റംസ് ഇപ്പോഴാണ് എന്താ പറയുക തേച്ച് പിടിപ്പിക്കുന്നത്. എന്നിട്ടൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഞാൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും കേട്ടോ. അതിനുള്ളിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതെവിടെ ഇരിക്കട്ടെ.
ഒരു അരമുറി തേങ്ങ ചെരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ മഞ്ഞൾപ്പൊടി നമ്മുടെ മീനിൽ പരട്ടിയിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 2-3 ടീസ്പൂണോളം മല്ലിപ്പൊടി, അത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടിയും നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കാറുണ്ട്. അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മഷി പോലെ നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ചട്ടി ഒന്ന് ചെറുതായിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ തീ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ അരപ്പും കൂടിയും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ആ മിക്സി ഒന്ന് കഴുകി അതിലത്തെ വെള്ളം കൂടിയും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചാറ് എത്ര വേണോ അതിനനുസരിച്ച് ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് കയ്യിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. കുക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കയ്യിലിട്ടിട്ട് അതിനെ ഇളക്കാറില്ല കേട്ടോ. മീൻകറി ഈ ഒരു സമയത്ത് മാത്രമാണ് മിക്സ് ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി കുക്കാവാൻ നമുക്കൊരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. നല്ലോണം കുക്കായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജൊക്കെ തുറന്നുണ്ട്. ബാക്കിൽ അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് എടുക്കാറുള്ളത് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ വല്ല ഷോക്ക് അടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ഓരോരോ സാധനങ്ങളായിട്ട് എടുത്ത് വെക്കണം. തനക്കുട്ടി ഇവിടെ ഭയങ്കര എഴുത്തും വരെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പച്ചവെള്ളത്തിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് വെച്ചു. പിന്നെ പ്രില്ലാണ് ഞാൻ എടുക്കുന്നത്. ഏതെങ്കിലും ഒരു പാത്രം ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് കേട്ടോ. ഒരു തുണ്ട് മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരുപാടല്ല. എന്നിട്ട് ഇതുപോലത്തെ ക്ലോത്ത് ടിഷ്യൂ വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ വൈപ്പ് ചെയ്ത് എടുക്കാറുള്ളത്. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് ഈ കാണുന്നത്. അപ്പോഴത്തേക്കും അവിടെ മീൻകറി റെഡിയാവുകയും ചെയ്യും. അപ്പോൾ സമയം കളയില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം കാര്യങ്ങൾ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജ് ഇതേ എളുപ്പം കാലിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങൾ കുറച്ച് കുറവുള്ള സമയത്താണ് ഞാൻ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഒരു 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ ക്ലീൻ ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ. എന്നാലും ഇതിനകത്ത് പൊടിയായിട്ടൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണും. ഫുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെറിയതായിട്ടൊക്കെ വീഴാണ്ടിരിക്കില്ലല്ലോ. സൂക്ഷിച്ച് നോക്കടാ ഉണ്ണി എന്ന് പറയുന്ന പോലെ നല്ലോണം സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പോഴല്ല, മീനെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ മീനിൻ്റെ നല്ലോണം തിളച്ച് വറ്റി കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉള്ളിയാണ് കേട്ടോ സാധാരണ നമ്മൾ കാച്ചി ഒഴിക്കാറുള്ളത്. ചിലപ്പം അതിലേക്ക് ഒരു 2 മണി ഉലുവയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഉലുവ ചേർത്ത് നല്ല മണം കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്, ആ ഒരു ഫ്ലേവർ. പക്ഷേ ഇന്ന് ഞാൻ ചേർക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ചെറിയുള്ളി നല്ലോണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു പുളിയുറുമ്പിൻ്റെ കളറാവുന്ന വരെയാണ് നമ്മളൊന്ന് ഇതിനെ സോട്ട് ചെയ്തിട്ട് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് ആവട്ടെ. ഉള്ളി മൂകുന്ന നേരം കൊണ്ട് ഞാൻ വേഗം നമ്മുടെ ഫ്രിഡ്ജിനകത്ത് വിരിച്ചിട്ടുള്ള ഒരു മാറ്റുകളെല്ലാം എടുത്ത് മാറ്റിയിട്ടു. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലോണം കഴുകി തുടച്ചെടുത്തിട്ട് വേണം വീണ്ടും ഇതിലേക്ക് തിരിച്ച് വെക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മീൻ ചാറ് എടുത്തിട്ട് അതിലൊന്നാക്കി എല്ലാം കൂടി ആക്കി മീനെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ ഉച്ചക്കലത്തെ കാര്യം റെഡി മണി. അപ്പോൾ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം ഞാനൊരു തുണി വെച്ചിട്ട് അതിനകത്തുള്ള പൊടിയൊക്കെ എടുത്ത് പുറത്തേക്ക് തട്ടി മാറ്റും കേട്ടോ. അതിനുശേഷം മാത്രമാണ് ഞാൻ ലിക്വിഡ് വെച്ചിട്ട് തുടച്ചെടുക്കാറുള്ളൂ. അപ്പോൾ അതെല്ലാം ആദ്യം ചെയ്തു. അതിനുശേഷം നമ്മുടെ തുണി കൊണ്ടുള്ള ടിഷ്യൂ അല്ലെങ്കിൽ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഉപയോഗിക്കണം. ഇത് രണ്ടും അല്ലെങ്കിൽ നമ്മുടെ ആ തുണിയിലുള്ള ആ ഒരു നൂലും അങ്ങനത്തെ കാര്യങ്ങളും പൊടിയൊക്കെ ആ ഫ്രിഡ്ജിൽ പറ്റി പിടിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു വൃത്തികേടാണ് കാണാനായിട്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യം നടക്കില്ല കേട്ടോ. ഇങ്ങനത്തെ ക്ലോത്ത് ടിഷ്യൂ അല്ലെങ്കിൽ മൈക്രോ ഫൈബറിൻ്റെ നമ്മുടെ തുണി അതിപ്പം ആമസോണിലൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം ഞാൻ ഇന്ന് ക്ലോത്ത് കൊണ്ടുള്ള എന്താ പറയുക ടിഷ്യൂ ആണ് ഉപയോഗിക്കുന്നത്. അത് വെച്ച് നല്ലോണം ഒന്ന് തുടച്ച് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 2
രണ്ടാഴ്ചയിൽ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിനെ വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിയും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. വല്ലപ്പോഴൊക്കെ ചെയ്യുന്നവർക്ക് നല്ല പണിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പച്ചക്കറിയൊക്കെ തീർന്ന ഒരു സമയത്താണ് ഞാൻ എപ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് എന്ത് സാധനം ആണെങ്കിലും അങ്ങനെ നീറ്റാക്കിയിട്ട് വെക്കുവാണെങ്കിൽ നമുക്കത് ഒത്തിരി കാലം ഡ്യൂറബിലിറ്റി കൂടുതൽ കിട്ടുകയും ചെയ്യും, നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പച്ചക്കറിയൊക്കെ വയ്ക്കുന്ന ഒരു തട്ടാണ്, അതും കൂടി ഞാൻ നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ നല്ലോണം ചെളി കാണും കേട്ടോ. ഒരു ഭാഗവും വിടാനായിട്ട് നമുക്കില്ല, എല്ലാം നല്ലോണം നീറ്റായിട്ട് 1-2 പ്രാവശ്യം തുടച്ചെടുക്കണം. അല്ല വല്ലപ്പോഴും ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ കഴുകിയെടുക്കേണ്ടി വരും കേട്ടോ. എനിക്ക് പക്ഷേ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. തുടച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പൊടി തട്ടി പിന്നെ നമ്മുടെ ലിക്വിഡ് ഉപയോഗിച്ച് തുടച്ച് നീറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു കറയോ അല്ലെങ്കിൽ പാടോ ചെളിയോ ഒന്നും എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഉണ്ടാവില്ല കേട്ടോ. ഞാനും ഇതൊരു 4-5 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന ഫ്രിഡ്ജാണ്. ഇപ്പോഴും പുതുപുത്തനായിട്ട് തന്നെയാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. എന്നിട്ട് ഇപ്പം നമ്മൾ വെള്ളം വെച്ച് തുടച്ചതല്ല, അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു ഇങ്ങനെ പാണ്ടും ചൂട്ടൊക്കെ അതിൽ കാണും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൈക്രോ ഫൈബറിൻ്റെ തുണി വെച്ചിട്ട് വീണ്ടും ഒന്ന് എല്ലാ ഭാഗവും തുടച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 3 ടൈപ്പായിട്ടാണ് ഞാൻ നമ്മുടെ ഫ്രിഡ്ജിനെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് തുടച്ച് നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, നല്ല മിന്നിത്തിളങ്ങും നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ക്ലീനിങ് പരിപാടി ഇവിടെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീനും കറിയും അവിടെ റെഡി ആയി കഴിഞ്ഞു. ഫ്രിഡ്ജിൻ്റെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീസറും ഇതുപോലെ തന്നെ ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിലിടുന്ന മാറ്റൊക്കെ തിരിച്ച് ക്ലീൻ ചെയ്ത് അതിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ മെനക്കെട്ട പണിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രീസറിലുള്ള ഐറ്റംസൊക്കെ തിരിച്ച് അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടുഫലൂദ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടൈമാണ് കേട്ടോ ഇത്. ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഫ്രീസറിൽ കുറേ ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഐസ്ക്രീം കച്ചവടം ഒന്നല്ല, പക്ഷേ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. ഓരോരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കും. പിന്നെ അടിയിലത്തെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ച് അതുപോലെ തന്നെ എടുത്തു വെച്ചു. ഇനി പച്ചക്കറി വൈകിട്ട് വാങ്ങിച്ച് കൊണ്ടുവന്നാൽ അതും കൂടിയും ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്ന ടാർഗറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫ്രിഡ്ജ് ക്ലീനിങ് ഡൺ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. ഫ്രിഡ്ജിൻ്റെ ഡോറും സൈഡൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അകത്ത് മാത്രമല്ല കേട്ടോ, പുറത്തും നമ്മൾ ചെയ്തേക്കണേ. ഞാൻ ചെയ്തിരുന്നു, പക്ഷേ ഇതിൽ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മീൻ വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനിടയ്ക്ക് ഞാനൊരു വഴുതനങ്ങ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൽ കാണിച്ചിട്ടില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോൻ്റെ ലെങ്ത് ഒത്തിരി കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ചെറിയ മീനാണ് കേട്ടോ ഇന്ന് വറുക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മീൻ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അത് എടുത്ത് വറക്കുവാണ്. ഒപ്പം ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് മീൻ റെഡിയായി വരികയും ചെയ്യും. അങ്ങനെ നമ്മുടെ മീനും ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മീനും കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് പരിപാടി ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി. നമ്മൾ വഴുതനങ്ങ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്ന് പകർത്തി വെക്കുന്ന നേരത്തെ ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ശകലം ഒരു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഇട്ടിട്ട് ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നടക്കട്ടെ. അടുക്കളയിലത്തെ പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ജനാല തുടയ്ക്കാനായിട്ട് തുടങ്ങി കേട്ടോ. കാരണം ഫിഷൊക്കെ ഫ്രൈ ചെയ്തപ്പോഴത്തേക്കും നല്ലോണം എണ്ണയൊക്കെ തെറിക്കും. അപ്പോൾ തുടച്ചെടുത്തില്ലെങ്കിൽ അതങ്ങനെ അവിടെ കിടന്ന് അത് കറയായി പോവും. അപ്പോൾ ഞാൻ ജനാലയൊക്കെ മുഴുവൻ തുടച്ച് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിമ്മിനിയെയാണ് ഒന്ന് തുടയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ മേലത്തെ പൈപ്പിനെ ശ്രദ്ധിച്ചത്. അപ്പോൾ അതുമേ നിറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം അതിൻ്റെ മേലെ കയറിയിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് എടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന്.
നൈസായിട്ടൊന്ന് വീണേനേട്ടോ ഇപ്പം തന്നെ. അതിൻ്റെ ചമ്മലാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അപ്പം ഞാൻ ദേ അവിടെയൊക്കെ നല്ലോണം തുടച്ചെടുക്കുകയാണ്. ഇടയ്ക്കെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ പിന്നീട് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇതിലത്തെ പൊടിയെല്ലാം തട്ടി തുടച്ചതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ നനവുള്ള തുണി കൊണ്ട് തുടയ്ക്കുന്നത്. അല്ലാണ്ട് ഡയറക്റ്റ് ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ട് പൊടിയിൽ തുടയ്ക്കാറില്ല. കൂടുതൽ ചെളി അതിൽ പറ്റി പിടിക്കുള്ളൂ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ അങ്ങ് നല്ല സ്മൂത്തായിട്ട് തുടച്ചെടുക്കാൻ സാധിക്കും കേട്ടോ. ചെളിയായിട്ട് അതുമ്മ ഒന്നും പിന്നെ പറ്റി പിടിക്കില്ല. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ ആ ഭാഗത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്യാസുമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും പൊടി വീഴുമല്ലോ. അപ്പം എന്നാൽ പിന്നെ ഗ്യാസും കൂടി ഒന്ന് സ്റ്റൗവും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതും നല്ലോണം ഒന്ന് തുടച്ച് അതിലത്തെ മെഴുക്കും കാര്യങ്ങളും കുക്ക് ചെയ്തിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചുമരമ്മ തെറിച്ചതും എല്ലാം ഞാൻ തുടച്ചെടുത്ത് തിരിച്ച് നല്ല വൃത്തിക്ക് എല്ലാം തിരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ കിച്ചൺ ജോലികളും കഴിഞ്ഞു. പിന്നെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത കാരണം കൊണ്ട് ഇന്ന് അത് ചെയ്യേണ്ട കാര്യമില്ല, അത് ഇതിൽ കാണിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ അതേ മൊത്തത്തിൽ നമ്മുടെ കിച്ചൺ ഇന്നത്തോടു കൂടി ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലത്തെ മറ്റേത് ഭാഗവും നമുക്ക് സിമ്പിളായിരിക്കും, ഈസി ആയിരിക്കും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇരിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും കിച്ചണിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക വലിച്ചു വാരി ഇടുന്നതും പൊടി പിടിക്കുന്നതും ഒക്കെ കിച്ചൺ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളായിട്ട് ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാണ്ട് എല്ലാതും കൂടി ഒരു ദിവസം ചെയ്തിട്ട് ഞാനൊരു സൂപ്പർ വുമൺ ആണ് എന്ന് എനിക്ക് ആരും മുന്നിലും തെളിയിക്കേണ്ട ഒരാവശ്യവുമില്ല. നമുക്ക് പതുക്കെ നമ്മളുടെ ആരോഗ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങളാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു, നല്ല റെഡിമെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഊണ് കഴിക്കുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ ഞാനൊന്ന് വിളമ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചോറും കറികളും ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ മീൻ വറുത്തതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വഴുതനങ്ങ ഉപ്പേരി ഇപ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മീൻ കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മീൻ കറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ ഇട്ട് വെച്ചതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു പ്രത്യേക രുചിയായിരുന്നു. നാട്ടിൽ അമ്മയൊക്കെ വയ്ക്കുന്ന ഒരു ടേസ്റ്റാണ് എനിക്ക് മാങ്ങ ഇട്ടിട്ട് കറി വയ്ക്കുമ്പോൾ തോന്നാറുള്ളത്. പിന്നെ ഒരു അച്ചാറും കൂടി ഇട്ട് കൊടുത്തു. നമ്മുടെ ഊണത്തെ കുശാലായിട്ട് നമുക്കിനി കഴിക്കാം. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഉള്ള ദിവസമായിട്ടും കൂടി നമ്മൾ ഇത്രയും കറികളും വെച്ച് നമ്മളൊരു നല്ല ഊണ് തയ്യാറാക്കിയില്ലേ. അപ്പോൾ തലേ ദിവസം ചെറിയ ചെറിയ പണികൾ ചെയ്തു വെച്ചാൽ അടുത്ത ദിവസം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഊണൊക്കെ കഴിച്ചിട്ട് ഞാൻ എന്തായാലും എഡിറ്റിങ്ങിന് കയറും. കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ എഡിറ്റിങ്ങും കുറച്ച് നേരത്തെ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അടുത്ത പണി നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ശരത്തൻ്റെ വക കുറേ സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ പോയി മേടിക്കും. ആവശ്യമുള്ള സാധനങ്ങൾ അതിൻ്റെ ഒപ്പം വേറെയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റണം, അതത് സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവയ്ക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പണി എന്ന് പറയണത്. അപ്പോൾ നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ജോലി തീർന്നിട്ട് നമുക്കൊരു റെസ്റ്റ് എടുക്കാനുള്ള സമയമോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കാനുള്ള സമയമൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പുതിയ ഒരു ബ്രഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഗ്യാസിൻ്റെ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ടൈപ്പുള്ള അല്ല കേട്ടോ. ഇതിപ്പോൾ പുതിയൊരു മോഡലിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വളഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും അങ്ങോട്ട് ഫ്ലെക്സിബിളായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇനി എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് ഞാൻ കടക്കുകയാണ്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വെജി വാഷ് ഉപയോഗിച്ചിട്ടാണ് എല്ലാം ക്ലീൻ ചെയ്യുന്നത്. കഴുകി 2 പ്രാവശ്യം കഴുകിയിട്ടൊക്കെയാണ് ഇതുപോലൊരു തുണിയിൽ വിരിച്ചിട്ട് ഒന്ന് വെള്ളമൊക്കെ വാർന്ന് കഴിയുമ്പോഴാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നത്. അത് സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ടാണ് വെക്കുക, അല്ലെങ്കിൽ നല്ല അടച്ചുറപ്പുള്ള കണ്ടെയ്നറിലാണ് ഈ ഇലകളൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ, ടേക്ക് കെയർ.